കാലങ്ങളെ കർത്താവ് ഗണ്യമാക്കുന്നില്ല. Once he knew who the Lord is, then he's telling about his past. Lord does not consider his ലോകത്തിലെ past. ഏറ്റവും വലിയ അറിവ് യേശു ആരാണെന്ന് അറിയുകയാണ്. The greatest knowledge one can possess is knowing who the Lord is. ഇന്ന് രാത്രി യേശു ആരാണ് എന്ന് യഥാർത്ഥമായി അറിഞ്ഞു കഴിഞ്ഞാൽ, If tonight, if we can know who the Lord is truly, നീ ഇന്ന് രാത്രി ഇങ്ങനെ മൗനമായിരിക്കത്തില്ല. you will not be quite just like this. കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. Because he is worthy to be praised. ഇന്ന് രാത്രി അവൻ സ്തുതികൾക്ക് യോഗ്യനായവനാണ്. He is worthy to be praised and glorified. യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ച മനുഷ്യൻ, The one who asks who the Lord is, യേശു ക്രിസ്തു ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ once he came to know who the Lord is, അവൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, he concluded like this: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I do know whom I believe. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനായവനാണ്. He is able to keep my possession until the very last day. യേശു ആരെന്ന് അറിയാൻ തുടങ്ങിയപ്പോൾ അവൻ പറയാണ്, എനിക്ക് മറ്റൊന്നും അറിയണ്ട. Once he started knowing the Lord, he's telling, I don't want to know anything else. ലോകത്തിന്റെ എല്ലാം ഞാൻ ചപ്പന്നും ചവറന്നും എന്നുകയാണ്. I consider everything waste what the world offers. വല്ല വിധേനയും അവന്റെ ആ തേജസ് ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. He's telling his only desire is somehow to know the glory of the Lord. അവന്റെ കൂടെ ഇരിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. To be set apart from this world, but to be united with him. യേശു ആരെന്നറിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാം നീ ചപ്പന്നെണ്ണുവാനിടയായി തീരും. Once you know who the Lord is, then you will be able to forsake everything this world offers. യേശുവിനെ കുറിച്ച് ലോകത്തിൽ ആദ്യമായി ഒരു വെളിപ്പാട് ലഭിച്ചത്, The first revelation the world received about the Lord, കുറെ വിദ്വാൻമാരാ. those are the scholars. അവർ വാനഗോള ശാസ്ത്രജ്ഞന്മാരായി They were the wise men who searched the astrology. നക്ഷത്ര മണ്ഡലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. They observed the changes that happens among the stars. അവർ അങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചു വരുന്നു. While they were observing the stars, they saw a peculiar star rising. നക്ഷത്രത്തെ കുറിച്ച് പഠിച്ചവർക്ക് മനസ്സിലായി, എവിടെയോ ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. Those who know about the stars, they know somewhere a king has been born. രാജാവിനെ കണ്ടെത്തിയാൽ അർപ്പിക്കുവാനുള്ള പൊന്നെ മോനെ കുന്തിരിക്കമെല്ലാം അവർ കാഴ്ചവെക്കുവാനായി സമാഹരിച്ചുകൊണ്ട് They brought all the gifts that need to be offered to a king. They came with all the gifts. കണ്ട നക്ഷത്രത്തെ ലക്ഷ്യമാക്കി അവർ യാത്ര തുടരുകയാണ്. They continued their journey in the very direction of that star. യാത്ര ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ നിർത്തി. They came to the kingdom, the palace of Herod. രാജാവാണ് ജനിച്ചതെങ്കിൽ കൊട്ടാരത്തിലായിരിക്കുമെന്ന് അവരുടെ ബുദ്ധി ചിന്തിച്ചതുകൊണ്ട് They concluded that if it is a king born, probably it should be in the palace. കൊട്ടാരത്തിൽ കയറി ഒരു ചോദ്യം ചോദിച്ചു, ഹേരോദാ രാജാവേ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? They asked King Herod, where is the king who was born as the king of the Jews? ഓ, ഹേരോദാവ് ഞെട്ടി ഭ്രമിച്ചു പോയി. Herod was awake. He was surprised. ഓ, ഹേരോദാവ് യെരൂശലേം മുഴുവൻ വിറച്ചുപോയി. All the people around troubled. എനിക്കൊരു ചോദ്യം ഇന്ന് രാത്രി മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പ് ഹേരോദാവിനോട് ചോദിക്കാനുണ്ട്. I have one question to ask to Herod before I get into the message. ആരുടെയോ പശുത്തൊഴുത്തിൽ, In someone's cattle field, ഏതോ ഒരു പുൽക്കൂട്ടിൽ, in some manger, ആരോ കൊടുത്ത കീറ്റുശീലയ്ക്കകത്ത് കിടക്കുന്ന someone who rented a clean ഒരു blanket. ശിശുവിനെ കുറിച്ച് കേട്ടപ്പോ രാജാവ് അങ്ങനെ വിറയ്ക്കുന്നേ. The king Herod was afraid when he heard about this. സിംഹാസനം അങ്ങയുടെ കയ്യിലല്ലേ? The kingdom is in his hands. കിരീടം അങ്ങയുടെ കയ്യിലല്ലേ? The thrones are under his ചെങ്കോൽ power. അങ്ങയുടെ കയ്യിലല്ലേ? He has the throne. അധികാരം അങ്ങയ്ക്കല്ലേ? All the power and authority ഏതോ is with him. കീറ്റുശീലയിൽ പിറന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് കേട്ടപ്പോ എന്നെ വിറയ്ക്കുന്നേ. Why is he to be so worried about this young child? ഉത്തരം ഹേരോദാവിനുണ്ട്. He has an answer for the question. ചെങ്കോൽ എന്റെ കയ്യിലാണെങ്കിലും, Though he has the kingdom, കിരീടം എന്റെ തലയിലാണെങ്കിലും, though he has a crown on his head, ജനിച്ച കൊച്ചു താക്കോല് കയ്യിലുള്ളവനാ. the one who is born, he has a key. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് താക്കോല് കയ്യിലുള്ളവനെ കുറിച്ചാ. Tonight I am going to preach about the one who possesses the നിന്റെ keys. കുടുംബത്തിന്റെ ഭാവിക്കെതിരെ ഏതെല്ലാം മണ്ഡലത്തിൽ പിശാച് പൂട്ടിയോ അതെല്ലാം തുറക്കാൻ താക്കോല് കയ്യിലുള്ളവനാ. He has the key to open all the doors that Satan has closed in your family. ഇന്ന് രാത്രി ഏതൊക്കെ മണ്ഡലങ്ങളിൽ അവൻ ബന്ധിച്ചോ അതെല്ലാം തുറക്കുവാൻ അധികാരമുള്ള താക്കോലുള്ളവനാ നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നത്. He has the power to open every domain that the Satan has bonded for you. ഹേരോദാവിന്റെ വെപ്രാളം കണ്ടപ്പോൾ വിദ്വാൻമാർക്ക് മനസ്സിലായി, ചോദ്യം അസ്ഥാനത്താ. When they saw the bewilderment of King Herod, they said, okay, this question is out of place. വീണ്ടും നക്ഷത്രം നോക്കിയവർ യാത്രയായി. They continued under the direction of that star. ഒരു പുൽത്തൊഴുത്തിന്റെ വാതിൽക്കൽ നക്ഷത്രം നിന്നു. They reached near that where the star stopped. യോസഫിനോടും മറിയോടും കൂടെ ശിശുവിനെ കണ്ടു. They saw the child along with the parents Joseph and Mary. ഓ, ആയിരങ്ങളിൽ സുന്ദരനായ ഒരു ശിശു. He is beautiful among the thousands. സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഒരു ശിശു.
Just like the rising sun, he is so beautiful. ശിശുവിനെ കണ്ടപ്പോൾ When they saw the child, വിദ്വാൻമാര് the wise men, ഉണ്ണീശോയെ എന്നല്ല വിളിച്ചേ. they did not call baby Jesus. പ്രായമുള്ള വിദ്വാൻമാര് ശിശുവിനെ ഉണ്ണീശോയെ എന്നല്ല വിളിച്ചേ. They did not call Jesus baby Jesus. അവൻ ഉണ്ണീശോ അല്ല, He is not the baby Jesus. അവൻ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനാ. He is the king of the Jews as born ഇവിടെ as a king. ജനിച്ചു കഴിഞ്ഞ് രാജാക്കന്മാരായ ഒത്തിരി പേരുണ്ട്. There are many people who became king after they are born. പക്ഷേ രാജാവായി ജനിച്ച ഒരുത്തനേ ഉള്ളൂ. But there is only one who was born as a അത് king. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവാ. He is the Lord Jesus whom we preach tonight. യോസഫിന്റെ മറിയയുടെയും കൂടെ യേശു കുഞ്ഞിനെ കണ്ടപ്പോൾ When they saw baby Jesus along with Mary and Joseph, അവരെ നമസ്കരിച്ചെന്നല്ല, it doesn't say they worshipped or വീണ അവനെ നമസ്കരിച്ചെന്ന. they bent down and bowed down and worshipped Jesus. നമസ്കരിക്കാൻ അവൻ മാത്രമേ യോഗ്യനുള്ളൂ. He is the only one worthy to be bowed down and മറിയെ worshipped. യോസഫിനെ എല്ലാം കൂടെ നമസ്കരിച്ചെന്നല്ല, It doesn't say they worshipped Mary or Joseph. വീണ അവനെ നമസ്കരിച്ചു. They bowed down, fell down and ഇന്ന് worshipped Jesus. രാത്രി അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. Tonight he is worthy to be praised. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനാ. He alone is worthy to be നീ praised. ഇന്ന് രാത്രി വിശ്വസിച്ച് അവനെ സ്തുതിക്കാൻ തയ്യാറായ. You need to believe and praise him. ഓ ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ശൗലിന്റെ ചോദ്യം, നീ ആരാകുന്ന കർത്താവേ? Saul is asking, who are you, Lord? ഉത്തരം വിദ്വാൻമാര് പറയും, The wise man is giving the അവൻ answer. യഹൂദന്മാരുടെ രാജാവാ. He is the king of the Jews. എന്റെ യേശുവിനെ കുറെ കൂടെ നേരത്തെ പരിചയമുള്ള വ്യക്തി. There are some people who knew Jesus much more ഓ earlier. സ്നാപ, ഹല്ലേലൂയ. ശിമയോന, There is a Simon. ശിമയോൻ Simon. വേദപുസ്തകത്തിന്റെ താളുകൾ, തോൽച്ചുരുളുകളിലെ എഴുത്തുകൾ പകർത്തി എഴുതുന്ന ഒരു ശാസ്ത്രിയായിരുന്നു. He was the job of translating the scrolls. അവനിങ്ങനെ ആ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ പകർത്തി എഴുതി വരുമ്പോൾ As he was translating the scroll from the books of Psalms, യെശയ്യാ Proverbs, പ്രവാചകന്റെ പുസ്തകം അവൻ എഴുതാൻ തുടങ്ങി. as he was writing the book of ഒരു Isaiah, വാക്യം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. one verse came into his mind കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. that the virgin shall conceive and give അവന് birth, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. and he will be called Emmanuel, meaning the Lord be with us. ശിമയോന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. Simon's wisdom started working. ആദാം മുതൽ From Adam ശിമയോൻ വരെ till Simon, എവിടെങ്കിലും കന്യക ഗർഭിണിയായിട്ടുണ്ടോ? he started thinking, has ever a virgin been conceived? ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. History never says that. ഇനി സംഭവിക്കാൻ സാധ്യതയുമില്ല. There are no possibility that it may happen in the future. യെശയ്യാവായ പ്രവാചകൻ The prophet Isaiah, പ്രവചനത്തിന്റെ വെപ്രാളത്തിൽ in the process of prophesying, വിളിച്ചതല്ലേ എന്തെങ്കിലും പറയാതെ പോയ മോശമല്ലെന്ന് വിചാരിച്ചൊരു ദൂത് കയറ്റി അടിച്ചതാണെന്ന് ശിമയോൻ വിചാരിച്ചു. probably he thought Isaiah the prophet might have added something extra. വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ല, എന്നാ പിന്നെ ഒരു ദൂത് ഇരുന്നോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞാന്ന് ശിമയോൻ വിചാരിച്ചു. He thought this is something Isaiah added additionally. ശിമയോൻ പകർത്തി എഴുതാൻ മടിച്ചു. He became reluctant to translate. ദൈവത്തിന്റെ വാഗ്ദത്ത ദൂത് പകർത്തി എഴുതാൻ ശിമയോൻ മടിച്ചപ്പോൾ When Simon was reluctant to translate the word of God, സ്വർഗ്ഗത്തിലെ ദൈവം ഏത് ദൂതനെ കൊണ്ട് യെശയ്യാവിന് ദൂത് കൊടുത്തോ, the very God who gave the message to Isaiah, അതേ ദൂതനെ ശിമയോന്റെ അടുക്കൽ അയച്ചു. the very angel was sent to Simon. ശിമയോനോട് പറഞ്ഞു, ശിമയോനേ, Simon, നീ എന്റെ ഏത് ദൂത് അവിശ്വസിച്ചോ, the very word you became unbelief. ആ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നീ മരണം ആസ്വദിക്കത്തില്ല. You shall never pass away without experiencing it in your own lifetime. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ഒരു സ്വഭാവം ഞാൻ എടുത്തു പറയട്ടെ. Let me portray one particular character of God. നീ വാഗ്ദത്തം വിശ്വസിച്ചാൽ നിന്റെ ആയുസ്സ് ദൈവം നീട്ടും. If you believe the promise, He will extend your life. നിന്റെ കണ്ണ് നാട്ടുകാര് തിരുമ്മി അടയ്ക്കുന്നതിന് മുമ്പേ വാഗ്ദത്തം കണ്ടിട്ട് നീ മരിക്കത്തുള്ളൂ. Before your neighbors close your eyes, you need to see that promise. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. Those who lift their ഇന്ന് hands, രാത്രി praise വളരെ Him. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. Be very prayerful. എനിക്ക് മെസ്സേജിനകത്ത് ദൈവജനത്തോട് ദൈവത്തിന്റെ ആലോചന പറയാനുണ്ട്. I have the message from the Lord to convey to you. പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God for the prayer people. ഓ ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന്റെ വാഗ്ദത്തം സംശയിച്ചാൽ If you started wavering about God's faith, ദൈവം നിന്റെ മരുഭൂമി നീട്ടും. if you are unfaithful or unbelieving the word of God, you will be in the 12 പേരെ wilderness. വാഗ്ദത്തം ഉറ്റുനോക്കാൻ വിട്ടു. 12 were sent to observe the wilderness. 10 പേര് അവിശ്വസിച്ചു, 10 unbelieved. 2 പേര് വിശ്വസിച്ചു. Only 2 believed. അവിശ്വസിച്ച 10 പേരുടെ കൂടെ ജനമെല്ലാം കൂടി Those who were unbelieved, those 10, the crowd gathered with them.